എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഒരു ഫേക്ക് സന്തതിയെ മുന്നിൽ നിർത്തി ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളെയൊക്കെ പറ്റിച്ചത്? മൂത്ത പുത്രനാണത്ര. കൊള്ളാം. എവിടുന്ന് വന്നത് അവൻ? അവൻ ഈശ്വരമംഗലത്തെ സ്വത്തിൽ എന്ത് അവകാശമുള്ളത്? എവളോ പെറ്റു കളഞ്ഞിട്ട് പോയ ഒരുത്തന് പ്രണവിനെ എണ്ണി കയറി ഭരിക്കാൻ ആരാ അവകാശം കൊടുത്തത്? എല്ലാത്തിനും കാരണക്കാരി നിങ്ങളാ. നിങ്ങൾ ഒറ്റ എടുത്തിയാ. ഞാൻ ഗൗതമിന്റെ പെറ്റമ്മയല്ലായിരിക്കാം, പക്ഷെ അവനെ വളർത്തിയത് ഞാനാ. എന്റെ മോനവൻ. ദേ, മേലിൽ അവനെ മകനെന്നൊക്കെ വിളിച്ച തൊലച്ചളയൻ. ഈ ശിവാനി ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ സ്വർഗരാജ്യമില്ലേ ഈശ്വരമംഗലം, അതിന് ഞാൻ തല കീഴായിട്ടെടുത്ത് മറിക്കാൻ പോവാ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക ശിവാനി. എനിക്കൊരു മക്കളും വലുതുമല്ല ചെറുതുമല്ല. ഏറ്റക്കുറച്ചില് കാണിച്ചിട്ടുമില്ല. കാണിക്കരുത്, മക്കളോടത് കാണിക്കരുത്. പക്ഷെ ഗൗതത്തിനോട് അത് കാണിക്കണം. കാരണം അവനൊരു അനാഥനാ. ഇനി അങ്ങനെയൊന്നും പറയല്ല മോളെ. ഗൗതമിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ട എന്റെ മനസ്സ് തകർന്നു പോവും. കഴിഞ്ഞ 30 വർഷമായി പുറം ലോകം അറിയാതെ ഞാൻ എന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന രഹസ്യം അത്. ദയവ് ചെയ്ത് അത് ഗൗതം അറിയാൻ ഇടവരരുത്. അറിയാതിരുന്നിട്ട് എന്ത് ചെയ്യാനാ? സ്വത്തിന്റെ ഒരു ഓഹരി അവന് കൂടി കൊടുക്കണോ അല്ലേ? പക്ഷേ അതേത് ബന്ധത്തിന്റെ പേരിലാണെന്നൊന്ന് അറിഞ്ഞാ കൊള്ളാം. അല്ല, ഞാൻ അറിയാമോ എന്നിട്ട് ചോദിക്ക. അവന്റെ തള്ളയാരാ? തന്തയാരാ? ആരെങ്ങനെ സൃഷ്ടിച്ച് കളഞ്ഞിട്ട് പോയത്? നിങ്ങൾക്ക് അതുപോലും അറിയാൻ വഴിയില്ല. എന്നിട്ടോ ഈശ്വരമംഗലത്തിന്റെ ചക്രവർത്തിയാക്കി അവനെ നിങ്ങൾ തലയിൽ കൊണ്ട് നടക്കുന്ന നടക്കില്ല. അത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. യാമനയുടെ കാര്യം വിട്ടേക്ക്, അത് വഴിയെ നോക്കാം. പിന്നെ ആരാ? പ്രണവ്.